ഇവിടെയും അതുപോലെ തന്നെ ഈ കാർബണിനെ ഒന്ന് ചൂടാക്കി റെഡ് ഹോട്ട്, അതായത് ചുമന്നിരിക്കുന്ന ഈ കാർബണിന്റെ മീതെ നമ്മൾ എന്ത് കടത്തിവിടും? വെള്ളം കടത്തിവിടും. ചുമ്മാ വെള്ളം ഒഴിക്കല്ല, അപ്പൊ അത് കിട്ടും. വെള്ളം ആവിയുടെ രൂപത്തിൽ കടത്തിവിടും. അപ്പൊ അവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഈ പറയുന്ന വാട്ടറും കോക്കും തമ്മിൽ ചേർന്നിട്ട് ഒരു സാധനം ഉണ്ടാവും. അത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്. നമ്മൾ ഇതിനെ കെമിസ്ട്രിയിൽ വാട്ടർ ഗ്യാസ് എന്നാണ് പറയാ. എന്താണ് ഇതിന്റെ പേര്? വാട്ടർ ഗ്യാസ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയാൽ ഈ ഒരു സാധനമായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലെഫ്റ്റ് സൈഡ്, ആ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്നത്. എന്താണ് സാധനം? വാട്ടർ ഗ്യാസ്. കിട്ടിയല്ലോ. അപ്പൊ വാട്ടർ ഗ്യാസിൽ നിന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്? മെഥനോൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഹൈഡ്രജനുമായിട്ട് വീണ്ടും പ്രവർത്തിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ 2 തവണ ഹൈഡ്രജൻ വന്നില്ലേ, കണ്ടോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CO + 2H2 ഗീവ്സിന്റെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് അറിയാം, അത് പഠിക്കേ വേണ്ട. മെഥനോൾ. എന്താണ് മെഥനോൾ? CH3OH, മെഥനോൾ. ദിസ് ഇസ് മെഥനോൾ. അപ്പൊ അത് കിട്ടി. അപ്പൊ ഇത്ര എഴുതിയ മാർക്ക് കിട്ടിയില്ല, കണ്ടീഷൻ എഴുതണം. അതായത് ഇതിന്റെ പേര് തന്നെ കാറ്റലിറ്റിക് എന്നാണ് തുടങ്ങുന്നത്. ഇതിന്റെ മെത്തേഡിന്റെ പേര് കാറ്റലിറ്റിക് എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ മെത്തേഡിൽ തന്നെ കിടപ്പുണ്ട്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്നാ പറയാം. അതായത് ഹൈഡ്രജനെ ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യണം, കൂടാതെ ഒരു കാറ്റലിസ്റ്റ് വേണം. അതായത് മക്കളെ, ഈ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന, വേഗം നടക്കാൻ സഹായിക്കുന്ന ഒരാളുടെ പേരാണ് കാറ്റലിസ്റ്റ്. കോപ്പറിന്റെ സിങ്കിന്റെ ഒക്കെ മിശ്രിതമാണ്. എന്താണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുറച്ച് ഒരു വിടവുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ചേട്ടൻ മക്കളെ ഇങ്ങനെ പിടിച്ച് അപ്പുറത്താക്കി, ഇവിടുന്ന് പിടിച്ച് അപ്പുറത്തേക്ക് ആക്കുമ്പോൾ പുള്ളിക്കൊന്നും സംഭവിക്കണില്ല, ഇവിടെ ഉള്ളവരെ അപ്പുറത്ത് എത്തിച്ചു. അതേപോലെ ഈ കാറ്റലിസ്റ്റുകാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഇവര് തമ്മിലുള്ള പ്രവർത്തനം നടത്തി വേഗത്തിൽ നടത്തി പെട്ടെന്ന് എന്തുണ്ടാക്കും? മെഥനോൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മനസ്സിലായോ? കിട്ടിയോ? യെസ്. അപ്പൊ ആ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പേരുകൾ അതൊന്നും പഠിക്കാനില്ല, വെറുതെ കാറ്റലിസ്റ്റ് എഴുതിയാൽ മതി. ഇനി അറിയേണ്ടത് ഏത് ടെമ്പറേച്ചറാണ്? 573 കെൽവിൻ, അതായത് 300 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയാ. അത് കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 573 കെൽവിൻ ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ആൾക്കാരെ ഒന്ന് ചൂടാക്കിയാൽ, ഹൈഡ്രജൻ വെച്ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? മെഥനോൾ ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. Watch full video on my YouTube channel, Sunny Sir.